എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. വളരെ കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നൊരു സെഷനാണ് ഈ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ്. നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ റിക്കലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ഇന്നത്തെ തീം എന്ന് പറയുന്നത് നവോത്ഥാനമാണ്. അതുകൊണ്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡെയിലി ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് 10 ചോദ്യങ്ങളാണുള്ളത്. അതിനനുസരിച്ച് ഉത്തരവും ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഉത്തരവും ഡിസ്കസ് ചെയ്യും. മാക്സിമം നിങ്ങൾ തന്നെ റിക്കലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഉത്തരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം ആരംഭിച്ചത് ആര്? ആത്മവിദ്യാസംഘം ആരംഭിച്ചത് ആര്? 2, സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് ആര്? സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ്. 3-ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? 3-ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? 4, ക്രിസ്തുമതസാരം എന്ന കൃതി രചിച്ചതാര്? എല്ലാം ഡയറക്റ്റ് ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും റിവൈസ് ചെയ്തതായിരിക്കും. 10 ഇന്നത്തെ കട്ട് ഓഫ്. മുഴുവൻ മാർക്കും ഉണ്ടാവണം. കാരണം എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളാണ്. 4-ാമത്തെ ചോദ്യം, ക്രിസ്തുമതസാരം എന്ന കൃതി രചിച്ചതാര്? 5-ാമത്തെ ചോദ്യം, ആത്മാനുതാപം എന്ന കൃതി രചിച്ചതാര്? ആത്മാനുതാപം എന്ന കൃതി രചിച്ചതാര്? 6, വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാര്? വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയതാര്? 7, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? 8-ാമത്തെ ചോദ്യം, ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് ആര്? ശിവരാജയോഗി എന്നറിയപ്പെടുന്നത് ആര്? ജാതി ലക്ഷണം എന്ന കൃതി രചിച്ചതാര്? ജാതി ലക്ഷണം എന്ന കൃതി രചിച്ചതാര്? 10, പഴനി വൈഭവം എന്ന കൃതി രചിച്ചതാര്? പഴനി വൈഭവം എന്ന കൃതി രചിച്ചതാര്? ഇതാണ് 10 ചോദ്യങ്ങൾ. ഇനി നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. 2, സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് ആര് തന്നെയാണ്? വാഗ്ഭടാനന്ദൻ തന്നെയാണ് സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവും. 3-ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. 4-ാമത്തെ ചോദ്യം, ക്രിസ്തുമതസാരം എന്ന കൃതി രചിച്ചത് ആര്? ക്രിസ്തുമതസാരം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ക്രിസ്തുമതസാരം. 5, ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ആത്മാനുതാപം ഓർത്തു വെക്കണേ, ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. 6-ാമത്തെ ചോദ്യം, വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ തന്നെയാണ് വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത്. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന ആരാണ്? തൈക്കാടയ്യാണ് ശിവരാജയോഗി എന്നറിയപ്പെടുന്നത്. തൈക്കാടയ്യ. 9-ാമത്തെ ചോദ്യം, ജാതി ലക്ഷണം എന്ന കൃതി രചിച്ചതാരാണ്? ജാതി ലക്ഷണം ശ്രീനാരായണ ഗുരുവാണ് ജാതി ലക്ഷണം എന്ന കൃതി രചിച്ചത്. പഴനി വൈഭവം 10-ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. പഴനി വൈഭവം എന്ന കൃതി രചിച്ചത് തൈക്കാടയ്യാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനിയും ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഡെയിലി ടെസ്റ്റ് 10 ചോദ്യങ്ങളാണല്ലോ. അപ്പോൾ ഇന്നത്തെ കട്ട് ഓഫ് 10. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, 1 വേർഡ് ചോദ്യങ്ങൾ, ഒരു ട്വിസ്റ്റും ഇല്ല, ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് 10 തന്നെ എല്ലാവരും വാങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ, ടേക്ക് കെയർ.